നമസ്കാരം ഗൈസ്. അങ്ങനെ നീണ്ട 6 മാസത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളിന്ന് ഇവിടെ വന്നിരിക്കണമല്ലോ. എവിടെയാണെന്നല്ലേ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഡെൻ്റൽ കോളേജ് ഉണ്ടല്ലോ, അവിടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തായിരുന്നു കേട്ടോ. എഴുതി കൊടുത്ത് എങ്ങനെയാണെന്നല്ലേ, അവിടെ എന്തിനു വന്നാലും പല്ല് കെട്ടാനായിക്കോട്ടെ, പല്ല് വയ്ക്കാനായിക്കോട്ടെ, പല്ല് ക്ലീൻ ചെയ്യാനായിക്കോട്ടെ, പല്ല് നോട്ടടയ്ക്കാനായിക്കോട്ടെ, റൂട്ട് എന്തായാലും ക്യാൻറ്റീനിൽ പോകുന്ന ഒരു കാർഡ് എഴുതി കൊടുക്കുന്നു, വിളിക്കാം. 2022 2023 വെയിറ്റിംഗ് ഉള്ളവരുണ്ട് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, എന്നെ കണ്ട് പാവം തോന്നിയിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് 6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ. പിന്നെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ പോയത് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേട്ടോ. അവിടേക്ക് എന്തിനാണ് പോയെന്നല്ലേ, ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കാൻ ഉണ്ണീര് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോഴും ബസ്സിൽ വെച്ച് ഒന്ന് വീണായിരുന്നു, ബ്രേക്ക് പിടിച്ചപ്പോൾ തുള്ളിയൊക്കെ അടിച്ചിട്ടാട്ടോ, അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടൊന്നുമല്ല. അങ്ങനെ ആ ഒരു ലിഗ്മെൻറ്റിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റി നമ്മുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കാൻ. അങ്ങനെ ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് 75 നമ്പറായിട്ടുള്ളൂ, നമുക്ക് കിട്ടിയ 99 കേട്ടോ. അങ്ങനെ നിന്ന് കാലിൻ്റെ ഫിലമെൻറ്റ് പോയിട്ടാ ഒരു ചെയർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നേരത്ത് എടുക്കണം ഒരു ചെയർ ഇരിക്കണ വന്നിരിക്കോ എന്നുള്ള എൻ്റെ എല്ലാ ധാരണകളും സത്യമായ ധാരണകളാക്കി മാറ്റിയിരിക്കുന്നു ആ ചേച്ചി വേഗം ചാടി കയറിയിരുന്നു. അങ്ങനെ പിന്നെ നിന്ന് വെയിറ്റിംഗ് ആയപ്പോഴും കേട്ടോ, അവിടെ ഒരു 5-6 പേര് എനിക്ക് പോയപ്പോൾ ആ സീറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അവിടെ പോയി ചാടി കയറി അങ്ങോട്ട് ഇരുന്നു. നീണ്ട വെയിറ്റിങ്ങിന് ശേഷം ഡോക്ടർ കണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു നേരെ പോയി പ്ലാസ്റ്റർ ഇട്ടോളൂ. പ്ലാസ്റ്റർ ഇടാനായിട്ട് അവിടെ ചെന്നപ്പോഴുണ്ടോ, അവിടെ തിക്കും തിരക്ക് ഏകദേശം വിളക്കും. ഒരാൾ തലകറങ്ങി വീഴുന്നു, പിന്നെ ഒരാൾ വെയിറ്റിംഗ് ചെയ്യുന്നു. അങ്ങനെ നിന്ന് അവിടെയും ഫിലമെൻറ്റ് പോയി. ലാസ്റ്റ് എത്തിയപ്പോൾ അവർ പറഞ്ഞു കൂടെ ആളില്ലാത്ത കാരണം പ്ലാസ്റ്റർ ഇട്ട് തരൂല്ലാന്ന്. അങ്ങനെ ഡോക്ടറും പോയി അറ്റൻഡറും പോയപ്പോൾ നേരെ പോയി നമ്മുടെ കാഷ്വാലിറ്റി പോയപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ച് വരുത്തിയായിരുന്നു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ നിൽക്കുമ്പോൾ കേട്ടോ ഭയങ്കരമായ കാഴ്ച കണ്ടത്. ഒരു പാവം ബംഗാളി ചേട്ടൻ വന്നേക്കുന്നു, കൈ മിഷയത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കൈൻ്റെ ഞരമ്പ് കട്ടായിട്ടുണ്ട്, മൊത്തം കട്ടായി പോയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ചോര കണ്ട് എൻ്റെ കിളി പറന്ന് പോയിട്ട് പിന്നെ വീട്ടിലെത്തിയവിടെ തിരിച്ചു വന്നത്. അങ്ങനെ ആ ഒരു ചോര കണ്ടിട്ട് നമ്മുടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ഡോക്ടർ പറഞ്ഞു കണ്ണടച്ചിരുന്നു, അങ്ങോട്ട് നോക്കണ്ടായിരുന്നു. അതേമാതിരി അനുസരിച്ച് വന്നിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിലെത്തിയപ്പോഴുണ്ട് ഇങ്ങനെ റെസ്റ്റ് ഇൻ പീസ് ആണല്ലോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വാട്ട ചായയല്ല നല്ലപടി ചായ, അത് നല്ല വാട്ട ചായയും നല്ല അവിൽ വിളച്ചതൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു സനുവേട്ടൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് സനുവേട്ടൻ്റെ ഇത്ര നല്ല കിടിലൻ ചായ അവിലും കൂടി കഴിക്കണത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് സന്തോഷം. വേറെ ഒന്നുമല്ല, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പിന്നാലെ ഓടി വരാൻ അമ്മ വരില്ലല്ലോ, അമ്മയ്ക്ക് പണി കിട്ടിയില്ലേ എന്നിട്ടുള്ള ആ ഒരു സന്തോഷം കേട്ടോ ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ അവിലും ചായയും കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തോട്ട് ഒരു കട്ടറുമ്പ് കയറി വരുന്നത്. ഇപ്പം ഇവനെങ്ങാൻ എൻ്റെ ആ പ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ കയറി പോയി കടിച്ചിട്ടുണ്ടെങ്കിൽ കിളി പോല തമ്പുരാലെന്ന് പറഞ്ഞിട്ട് അവനൊന്നും ചെയ്യേണ്ടത്. ഞാൻ ഉറുമ്പിനെ പോലും നോക്കിക്കാറില്ല കേട്ടോ. അപ്പോൾ അവൻ അങ്ങോട്ട് വിട്ട് കളഞ്ഞപ്പോൾ ഒരു രണ്ടാകത്തിൽ അവിലും കൊണ്ട് വെച്ചേക്കണം. അപ്പോൾ ഇതെന്ത് പറഞ്ഞിട്ട് ഇത്രയും കൊണ്ട് വെച്ചിട്ടുണ്ടത്. പിന്നെ അടുക്കളയിൽ പോയി എനിക്ക് മടിയാട്ടോ, അത് കാരണം എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോഴേ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.